ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂവേഴ്സ്. മാർക്കറ്റ് ഓരോ ദിവസവും നിങ്ങൾക്ക് ദേ ഗിവ് യു ന്യൂ ലെസൺ ടു ലേൺ. നമ്മൾ ഓരോ ദിവസവും മാർക്കറ്റിൽ നിന്ന് പുതിയ പുതിയ ലെസൺസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ആം സ്റ്റിൽ എ ബിഗിനർ. അപ്പോൾ ഞാൻ ഇന്നലെ ആലോചിക്കുക, ഇപ്പോൾ ഈ എംപുരാൻ മൂവി വന്നതിന് ശേഷം നിങ്ങൾ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഇമേജ് ബ്രാൻഡിന് ഡിക്ലൈൻ ആയിനോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. സോ ഐ തിങ്ക് മോഹൻലാലിൻ്റെ ഒരു ബ്രാൻഡ് ഈസ് എ ഫേമസ് ബ്രാൻഡ്. പല പ്രോഡക്ട്സ് നമ്മൾ എൻഡോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ബ്രാൻഡ് ഇമേജിൻ്റെ മാർക്കറ്റിൽ നിന്ന് ഡിക്ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ കുറേ ആൾക്കാർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും അമിത്ഷാനൊക്കെ വളരെ മോശമായി ഡിപിക്റ്റ് ചെയ്തു എന്നെല്ലാം പറഞ്ഞു. സോ അതെന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഇങ്ങനെയുള്ള ഈ ഹെയ്റ്റ് സ്പീച്ച് മാർക്കറ്റിൽ വരുന്ന സമയത്ത് അത് പ്രൈം മിനിസ്റ്റർക്കും അമിത്ഷാക്കും അത് എപ്പോൾ അഡ്വാൻറ്റേജേ വന്നിട്ടുള്ളൂ. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പീപ്പിൾ ഹു ഹേറ്റ് യു വിൽ talk about you regardless what they say, good or bad. You will benefit from the more exposure of having your name go around. അത് വലിയൊരു അഡ്വാൻറ്റേജ്. ഈ ഗോദ്രയിലും ഗുജറാത്തിലും കുറേ കാലങ്ങളായി ഈ പ്രസ് മോദിക്കെതിരായിട്ട് വളരെ ഹെയ്റ്റ് സ്പീച്ച് ചെയ്യുന്നത് അത് അവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടായത്. സോ ഒരു എക്സാമ്പിൾ അവർ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്കയിൽ ജയിച്ചത് അത് വലിയൊരു എന്താ പറയുക, ഒരു ഹെയ്റ്റ് സ്പീച്ചിൽ വന്ന ട്രംപിൻ്റെ വിക്ടറി. സോ ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ ബ്രാൻഡിനെ കുറിച്ചാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ ഓപ്ര വിൻഫ്രീനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ റിച്ചാർഡ് ബ്രാൻസൺ, സ്റ്റീവ് ജോബ്സ്, മൈക്കിൾ ജോർദാൻ, ഇതുപോലുള്ള ആളുകൾ വാട്ട് ദി ആർ ഇൻ കോമൺ. നിങ്ങൾ വിചാരിക്കേണ്ട അവരൊക്കെ വെരി റിച്ച് ആൻഡ് ഫേമസ് സെലിബ്രിറ്റീസ് ആണ്, അതുകൊണ്ട് അവർക്ക് വേഗം പ്രോഡക്റ്റ് എൻഡോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ്സാണ്. സോ ഈ ബ്രാൻഡ്സിന് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അവരുടെ ബ്രാൻഡ് ഇമേജ് വളരെ കുറയും. ഫോർ എക്സാമ്പിൾ ഞാൻ കേരളത്തിൽ പറയാൻ വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മളെ ഈ ബോച്ചെ എന്ന് പറഞ്ഞ വലിയൊരു അവരെ പ്രോഡക്റ്റിനെ എൻഡോസ് ചെയ്യുന്ന ഓർഗനൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊമോട്ടർ തന്നെയാണ് അതിൻ്റെ ബ്രാൻഡ്. അതുപോലെ NMC ഷെട്ടി ഒരു കാലത്ത് NMC ഹോസ്പിറ്റലിനെക്കാട്ടും വലിയ പേര് ഷെട്ടിക്കായിരുന്നു. വിജയ് മല്യ ഒരു കാലത്ത് കിങ്ഫിഷ് എയർലൈൻസ് അയാളെന്നെ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. സോ അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ബാഡ് നെയിം മാർക്കറ്റ് വരുന്ന സമയത്ത് ഇറ്റ് സ്പോയിൽസ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദി ഓൾ ഓർഗനൈസേഷൻ. സോ അതിപ്പം മോഹൻലാലിന് അതുപോലെ ഒരു ബ്രാൻഡ് ഇമേജ് കുറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ മോഹൻലാൽ ഒരു സെലിബ്രിറ്റിയാണ്. കാരണം അയാൾക്ക് ബ്രാൻഡ് ഇമേജ് ഉള്ളതുകൊണ്ട് ബെറ്റർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന, ഗ്രേറ്റർ റവന്യൂ കിട്ടുന്ന മാർക്കറ്റിൽ നിന്ന് പല കമ്പനിയും അയാളോട് എൻഡോസ് ചെയ്യാൻ പറയുന്ന പ്രോഡക്ട്സിനാണ്. സോ അത് ഈവൺ അയാൾ ലോക്കൽ റെസ്റ്റോറൻറ്റ് പോലും ആൾക്കാർ അയാളുടെ കൂടെ എഴുന്നേറ്റ് ഫോട്ടോ എടുക്കാൻ നോക്കുന്നത്. അയാൾക്കൊരു ലാർജർ ഓഡിയൻസ് ഫാൻ ഉണ്ട്. അതൊക്കെ അയാളൊരു സക്സസ് ആണ്. പക്ഷേ ഐ തിങ്ക് ദിസ് ബ്രാൻഡ് വാല്യൂ ഹാസ് കം ഡൗൺ എന്ന് എനിക്ക് തോന്നുന്നു. മോഹൻലാൽ ഈസ് നൗ എ ഫോളോയിങ് സ്റ്റാർ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.